എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തദ്ദേശീയ സ്വയംഭരണ വകുപ്പുകളിൽ അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ഇനിയും കാണാമുറയത്ത് തുടരുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കൈയോടെ പൊക്കിയെങ്കിലും ഇനിയും കണ്ടെത്താനാകാത്തവർ നിരവധിയുണ്ട്. തദ്ദേശീയ വകുപ്പിലെ 1000-ഓളം ജീവനക്കാർ ഇപ്പോഴും അനധികൃത പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. തനത് ഫണ്ടിൽ നിന്ന് നേരിട്ട് ശമ്പളം വാങ്ങുന്നവരായതിനാൽ പിടിക്കപ്പെടില്ല എന്നാണ് ഇവർ കരുതുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വിതരണം ചെയ്യുന്ന സ്പാർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറും തമ്മിൽ ബന്ധിപ്പിച്ചാണ് അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങുന്നവരെ സർക്കാർ കണ്ടെത്തിയത്. തനത് ഫണ്ടിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് സ്പാർക്കുമായിട്ട് നിലവിൽ ബന്ധമില്ല. മറ്റു വകുപ്പുകളിൽ ട്രഷറി വഴിയാണ് ശമ്പളം നൽകുന്നത്. തദ്ദേശീയ സ്ഥാപനങ്ങളിൽ തനത് ഫണ്ടിൽ നിന്ന് ചെക്ക് മുഖേനയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് തദ്ദേശീയ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അതിനാൽ ഈ വകുപ്പുകളിലുള്ളവർക്ക് ഇതിന്റെ പഴുതുകൾ അറിയാവുന്നതാണ്. വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരെങ്കിൽ അനധികൃതമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടിക പുറത്തു വന്നിരുന്നു. എന്നാൽ തദ്ദേശീയ വകുപ്പിലുള്ളവർ ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. യഥാസമയം മസ്റ്ററിംഗ് നടത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഇവർ ഇപ്പോഴും പെൻഷൻ കൈപ്പറ്റുകയാണ്. ക്ലറിക്കൽ ജീവനക്കാർ മുതൽ താഴെത്തട്ടിലുള്ളവർ തദ്ദേശീയ സ്ഥാപനങ്ങളിൽ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. 10,000-ലധികം ഇത്തരത്തിൽ ജീവനക്കാരുണ്ടെന്നാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. അതിൽ 1000-ഓളം പേരാണ് അനധികൃതമായിട്ട് പെൻഷൻ കൈക്കലാക്കുന്നതായിട്ട് അറിയുന്നത്. ഭിന്നശേഷി വിധവാ പെൻഷനുകളാണ് ഇത്തരത്തിൽ കൈപ്പറ്റുന്നത്. പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കെ ജോലി ലഭിച്ചവരാണിവർ. ജോലി ലഭിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വേണ്ട എന്ന് രേഖാമൂലം എഴുതി നൽകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ തദ്ദേശീയ സ്ഥാപനങ്ങളിലെ മേധാവിമാർ ഇക്കാര്യം കണ്ടെത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ലിസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കേണ്ടതാണ്. അതും നടന്നില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയുവാൻ സാധിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ അനധികൃതമായിട്ട് വാങ്ങുന്ന 1458 ജീവനക്കാരെ കണ്ടെത്തിയിരുന്നു. 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്നതായിട്ടാണ് നേരത്തെ കണ്ടെത്തിയത്. ഇവരിൽ നിന്ന് 18% പലിശയോടെ തുക തിരിച്ചു പിടിക്കുവാനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേര് ഇത്തരത്തിൽ അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങിയിരുന്നത്. 373 പേരാണ്. റവന്യൂ വകുപ്പിൽ കണ്ടെത്തിയ 38 പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ 16 പേർ പലിശ സഹിതം പണം തിരിച്ചടച്ചു. ഇവരുടെ സസ്പെൻഷനും ഇപ്പോൾ നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.